Let's get A few moments later. let's get ready for ഉത്സവം. ഉത്സവം എന്ന് പറഞ്ഞാൽ വേറെ ഉത്സവം അല്ലെങ്കിൽ നമ്മുടെ അയ്യപ്പൻ അമ്പലത്തിലെ തിരുവാഭരണ ഘോഷയാത്ര. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ നിന്നാണ് സംഭവം പൊക്കൊണ്ടിരുന്നത്. ഇത്തവണ വേറൊരാളുടെ വീട്ടിൽ നിന്ന് നമ്മൾ പയ്യെ റെഡിയായിട്ട് തന്നെ പോവാം. കഴിഞ്ഞ വർഷമൊക്കെ ഇതേ സമയത്ത് ഇവിടെ മേളവും ബഹളവും ആളും തിരക്കും ഒക്കെ. അപ്പം നമുക്ക് കരിമയെ ഒന്നും ബ്രൂട്ടീഷൻ ചെയ്യാനൊന്നും പറ്റില്ല. നേരത്തെ നട്ടുച്ചക്കൊക്കെ ചെയ്തിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ ആളുകൾ വരുമ്പോൾ നമ്മൾ വെളിയിൽ ചെന്നില്ല എന്ന് പറഞ്ഞ് ഡാഡി മമ്മി നമ്മൾ ചീത്ത പറയാൻ സാധ്യതയുണ്ട്. എന്തോ പറ്റി അങ്ങനെ ചേച്ചിയും അണ്ണനും ഒക്കെ കാണുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഉത്സവം. ഇപ്രാവശ്യം വലിയ ഉത്സവമൊന്നുമില്ല, ചെറിയ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ വൃത്തിക്കങ്ങ് ഒരുങ്ങി പോകണം. അതാണല്ലോ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. ഇത് അപ്പം തിരുവാഭരണ ഘോഷയാത്രക്ക് പോകാനാണ് ഞാൻ ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മേജർ തിങ് നമ്മൾ മുടി ഉണക്കാം മറന്നുപോയി ഗൈസ്. ഉണക്കാം കമോൺ. ആക്ച്വലി നമ്മളിപ്പോൾ ഡ്രൈ ചെയ്യാൻ പോകണം. ഡ്രൈ ചെയ്തിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിടാന്ന് വിചാരിച്ചു. പക്ക സ്ട്രൈറ്റ് ഒന്നും ആവില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട് മാഗി. നമ്മളിങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം സൈഡിൽ ഓരോ പാർട്ടീഷൻ എടുത്തു, പിന്നെ ആ ഫ്രണ്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തു. എന്തിനാണെന്ന് മാത്രം ചോദിക്കരുത്, എനിക്കറിയില്ല. ആളുകൾ ചെയ്യുന്നത് കണ്ടു, ഞാനും ചെയ്തു. അങ്ങനെ നമ്മളിതാ ഉണക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സെറ്റപ്പ് അങ്ങ് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു കേളി ലുക്കിൽ കിടപ്പുണ്ട്. എന്നാൽ പിന്നെ സ്ട്രൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാതാ നൈഷാടെ ഇട്ടു, ഐബ്രോ വരച്ചു കൊടുത്തു. എന്തോ ഒരു ലെവൽ കുറവ്. അപ്പോൾ ഒന്നും കൂടി അത് ഷേപ്പ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇതാ ബ്രഷ് എടുത്തങ്ങ് ചെറുതായിട്ട് കൊടുത്തു. പിന്നെ ഇതാ കണ്ണിൻ്റെ മുകളിൽ കൂടെ അങ്ങ് എഴുതി കൊടുത്തു. എന്നാൽ പിന്നെ അങ്ങ് സാരി എടുത്താലോ? അമ്മയുടെ സാരി അടിച്ചു മാറ്റി. ഇനി ഇത് ടൈം ഫോർ ലിപ്സ്റ്റിക് വാരി പുഷ്. ആക്ച്വലി ഇതെൻ്റെ കറന്റ് ഫേവറേറ്റ് ഷെയ്ഡാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മച്ച് പ്രൂഫും ആണ്, അടിപൊളി ഷെയ്ഡുമാണ്. ഡെസ്കി സ്കിന്നിനൊക്കെ സൂപ്പർ സാധനമാണ്. ഇനി അതൊന്നും ചീറ്റ് ചെയ്യണം. ഇനി സ്ട്രൈറ്റ് ചെയ്യാൻ ഒന്നും നേരമില്ല, 2 വേണ്ട. മറ്റൊരവസരത്തിലാണ് ഒത്തിരി ഡീപ്പായിട്ട് അങ്ങ് ഡ്രൈ ആക്കിയില്ല. ചിലപ്പോൾ എനിക്ക് ഇടയ്ക്ക് വൈകിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ തല ഒരു പൊട്ടുകൂടെ ആവാം. ആൻഡ് ദ മെയിൻ തിങ് ഫോർ അമ്പലം ഈസ് കുങ്കുമം. എപ്പോൾ ഇട്ടില്ലെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ മസ്റ്റ്. കണ്ണെഴുതാന്നിട്ട് ഒരു പോരായ്മ എഴുതിയേക്കാം. വളരെ ലൈറ്റായിട്ട് എഴുതി. കയ്യിലോട്ട് ആ വളയൊന്ന് തിരികെ കയറ്റാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവസാനം അഭി വന്ന് സാധനം അങ്ങ് സെറ്റാക്കി തന്നു. വിയർത്ത് കുളിച്ച് 2 പേരും കുറച്ച് സമയം കൊണ്ട്. ഒരേ സമയമായിട്ട് വളയുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതിൻ്റെ ദീർഘശ്വാസമാണ് കേൾക്കുന്നത്. പിന്നെ മുല്ലപ്പൂവായിട്ടായിരുന്നു യുദ്ധം. മുല്ലപ്പൂവല്ല ആക്ച്വലി, അത് പിച്ചിപ്പൂ അങ്ങനെ എന്തോണോ പറയുന്നത്. പിച്ചിയും റോസയുമായിട്ട് ചേർത്ത് കെട്ടിയത്. ഇന്നലത്തെ ദിവസം ഞാൻ പിന്നിട്ട് പൂ അങ്ങ് തിക്കിയായിരുന്നു വെച്ചിരുന്നത്. ഇന്ന് അത് അഴിച്ചിട്ടിട്ട് എനിക്ക് അങ്ങ് അടുക്കി വിരിച്ച് വെക്കണമെന്ന് പറഞ്ഞ് അഭിയെ പിടിച്ച് നിർത്തിയേക്കുക. ഇതിന് മുന്നേ തലേ പൂവൊക്കെ വെച്ചപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ ഇത്ര മെനക്കെട്ട രീതിയിൽ ഭയങ്കര സ്റ്റൈൽ ചെയ്തൊക്കെ ഞാൻ വെപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അടുക്കി തന്നെ വെക്കണമെന്നങ്ങ് പറഞ്ഞ് ഞാൻ വെപ്പിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ വല്ല കൂറിനും മാത്രമേ ഈ പൂവൊക്കെ വെക്കത്തുള്ളൂ, അതും വല്ല കാലത്തും കൂടി. അപ്പോൾ വെക്കുമ്പോൾ എനിക്ക് ഇഷ്ടത്തിന് തന്നെ വെക്കണം. ഇന്നാണെങ്കിൽ വെച്ച് തരാൻ വേറെ ആരും ഇല്ല. എന്താ ആളില്ലാത്തതിൻ്റെ കുറവൊന്നും വരത്തില്ല. അവൻ നല്ല ക്ഷമയോടെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി തന്നെ എനിക്ക് വെച്ച് തരുന്നുണ്ടായിരുന്നു. അതവിടെ മെനക്കെട്ട് വിയർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ ഞാനിവിടെ പാട്ടിന് താളം പിടിച്ച് കളിക്കുമായിരുന്നു. ഇനി മേലെ അവൻ എനിക്ക് പൂ വാങ്ങിച്ച് തരത്തില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. കാര്യം അത്രയ്ക്ക് അവൻ മെനക്കെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഞാൻ കാര്യമായിട്ട് ഒരുങ്ങി പോകുന്ന ദിവസം അഭി അവിടെ അങ്ങ് മാറി കിടക്കും. പോകുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ, അതായത് ഞാൻ ഒരുങ്ങി കംപ്ലീറ്റ് ആയി ഉറപ്പായതിന് ശേഷം മാത്രമേ സാധാരണ ഡ്രസ്സ് ചെയ്യാറുള്ളൂ. ഞാൻ നേരത്തെ ഡ്രസ്സും ചെയ്ത് ആ പണിയും കിട്ടി. വെച്ച് വന്നപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നി, ഇവൻ ആദ്യമായിട്ടാണ് അത് സ്ഥിരം പരിപാടിയാണെന്ന്. കാര്യം അത്രയും നന്നായിട്ട് അവൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൂ വെച്ച സ്റ്റൈലൊന്ന് കാണാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു മറിഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ നിന്നിട്ട് ആ വീഡിയോ തന്നെ എടുത്തങ്ങ് നോക്കി. അങ്ങനെ ഞങ്ങൾ 2 പേരും റെഡിയായി പോകാനായിട്ട് ഇറങ്ങി. അവിടുന്ന് വെളിയിൽ വന്നു, അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2 പേക്കെ കൊടുത്ത് ഞങ്ങൾ ഇതാ പോകാൻ ഇറങ്ങുവാണ്. ഇത് ശരിക്കും ഫെബ്രുവരി ആദ്യം എടുത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം വെച്ചതാ. ഇന്നാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത്. അമ്പലത്തിലെ പ്രോഗ്രാമിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അത് ഞാൻ നെക്സ്റ്റ് പാർട്ടിടാവേ. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.